Hello everyone, welcome to O3 Maths. It's me, Nabil. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ CBSE സ്റ്റുഡൻസിന് പ്രീവിയസ് ഇയറിൽ 4 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? ചെക്ക് ഇഫ് ദി റിലേഷൻ ആർ ഇൻ ദി സെറ്റ് 1 2 3 4 5 6 എന്നുള്ളൊരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിഫൈൻഡ് ആസ് ഒരു റിലേഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? XY എന്നുള്ള ഒരു ഓർഡറുടെ പേര് സച്ച് ദാറ്റ് Y ഈസ് ഡിവിസിബിൾ ബൈ X ഈസ് അത് സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് നമുക്കിവിടെ ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം സിമെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻ ഇഫ് ഇറ്റ് ഈസ് സിമെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ AB എന്നുള്ള ഒരു ഓർഡറുടെ പേര് റിലേഷനിലുണ്ട്. ആസ് വെൽ ആസ് അതുപോലെ തന്നെ ആരും നിർബന്ധമായിട്ടുണ്ടായിരിക്കണം B, A എന്നുള്ള ഒരാളും നമ്മളെ റിലേഷനിലുണ്ടായിരിക്കണം അല്ലേ? ഇതാണ് നമ്മുടെ സിമെട്രിസിറ്റിന്റെ കണ്ടീഷൻ. നമുക്കിവിടെ എന്താണ് നമ്മളെ റിലേഷനിലുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത്? Y ഈസ് ഡിവിസിബിൾ ബൈ X എന്നാണ് നമുക്ക് റിലേഷനിൽ തന്നിട്ടുള്ളത് അല്ലേ? Y ഈസ് ഡിവിസിബിൾ ബൈ X. Y ഈസ് ഡിവിസിബിൾ ബൈ X. ഇതുമായി കണക്ട് ചെയ്യുന്ന ഓർഡർ പേസ് ഏതൊക്കെ എന്നുള്ളത് നമുക്ക് കുറച്ചൊന്ന് കണ്ടുപിടിക്കണം. നമുക്കൊന്ന് പറയാം, Y ഈസ് ഡിവിസിബിൾ X എന്ന് പറഞ്ഞാൽ Y Xൽ ഡിവിസിബിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 ഈസ് അല്ലേ, 2 ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് പറയാം, 2 ഈസ് ഡിവിസിബിൾ ബൈ 6 എന്ന് പറയാം. സിമിലർലി 1 ഈസ് ഡിവിസിബിൾ ബൈ 2 ഒക്കെ അത് പറയാം. ഓക്കെ, 1 ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറയാം. ഓക്കെ, 1 എന്താണ്? 2ൽ ഡിവിസിബിൾ ആണ്. സിമിലർലി 2 ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് പറയാം അല്ലേ? 2 4ൽ ഡിവിസിബിൾ ആണ്. സിമിലർലി 2 ഈസ് ഡിവിസിബിൾ ബൈ 6 എന്ന് പറയാം. കറക്റ്റ് ഡിവിസിബിൾ ആയിട്ട് പോകും. 6/1 6/2 നമുക്ക് 3 ആയിട്ട് കിട്ടും. ഓക്കെ, അതുപോലെ സിമിലർലി 4/2 നമുക്ക് 2 ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒന്നുകൂടി എന്താ പറയാം? 1 ഈസ് ഡിവിസിബിൾ ബൈ 6 എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും ഡാറ്റാസ് നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ട് ഇത് സിമെട്രിക് ആണോ അല്ലെങ്കിൽ ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇത് സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലുള്ള ഓർഡർഡ് പെയർസ് ഏതൊക്കെയാണ് വരിക? ഇവിടെ ഫസ്റ്റ് വരുന്ന ഓർഡർഡ് പെയർ എന്ന് പറഞ്ഞാൽ 2 1 ആണ് ഒരു ഓർഡർഡ് പെയർ വരുന്നത് അല്ലേ? സിമിലർലി 4 2 ആണ് ഒരു ഓർഡർഡ് പെയർ വരുന്നത് അല്ലേ? ഓക്കെ, ഇനി മറ്റൊരു ഓർഡർഡ് പെയർ 6 2 ആണ് ആൻഡ് 6 1 ആണ്. അതുപോലെ തന്നെ ഈ 4 1 3 1 ഒക്കെ വരും. നമുക്ക് പ്രൂഫിനുള്ള ഓർഡർഡ് പേഴ്സ് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ സപ്പോസ് ഇപ്പോൾ 4 2 എന്നുള്ളത് റിലേഷനിലുണ്ട് അല്ലേ? ഇത് സിമെട്രിക് ആവണം എന്നുണ്ടെങ്കിൽ 4 2 ബിലോങ്സ് ടു R ആണെങ്കിൽ 2 4 റിലേഷനിലുണ്ടാവുമോ? നോട്ട് ബിലോങ്സ് ടു R ആണ്. അതുപോലെ തന്നെ 6 2 റിലേഷനിലുണ്ട് ബട്ട് 2 6 ഒരിക്കലും റിലേഷനിൽ നമുക്ക് പോസിബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ റിലേഷൻ എന്തല്ല ഈസ് സോ R ഈസ് നോട്ട് സിമെട്രിക് എന്ന് പറയാം അല്ലേ? ആർ എന്തല്ല, നമുക്ക് ഒരു സിമെട്രിക് ആയിട്ടുള്ള റിലേഷൻ കിട്ടില്ല. നോട്ട് സിമെട്രിക് അല്ല. ആർ എന്തല്ല, ഒരു സിമെട്രിക് റിലേഷൻ അല്ല. ഇനി നമുക്ക് ഇത് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അറിയണം? A, B ബിലോങ്സ് ടു റിലേഷനിലുണ്ട്. സിമിലർലി B, C റിലേഷനിലുണ്ട്. അങ്ങനെയെങ്കിൽ നിർബന്ധമായിട്ട് ആര് വേണം? A, C എന്നുള്ള ആള് നമ്മളെ റിലേഷനിൽ ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഗിവൺ റിലേഷൻ ട്രാൻസിറ്റീവ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സപ്പോസ് AB എന്നുള്ള റിലേഷനെ ഞാൻ AB എന്നുള്ള ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ 4 2 എന്നുള്ള റിലേഷൻ എടുത്തു. ഓക്കെ, 4 2 എന്നുള്ള റിലേഷൻ സപ്പോസ് 4 2 ബിലോങ്സ് ടു R ആണ്. ഇനി നമുക്ക് 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു റിലേഷനാണ് 2 1 എന്താണ്? ബിലോങ്സ് ടു R ആണ്. 2 1 ബിലോങ്സ് ടു R ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? 4 1 റിലേഷനിലുള്ള ആളാണ് എന്ന് പറയാൻ കഴിയുമോ? കാരണം എന്താ? 4 1 റിലേഷനിലുള്ള ആളാണ്. കാരണം 1 ഈസ് ഡിവിസിബിൾ ബൈ 4 ആണ് അല്ലേ? നമുക്കിവിടെ ഒന്നും കൂടി എഴുതാം. 1 ഈസ് ഡിവിസിബിൾ ബൈ 4 ആണ്. നമുക്ക് ഇങ്ങനെ ഒരു ഓർഡർഡ് പേഴ്സും കൂടി നമുക്ക് ഇതിന് പോസിബിൾ ആക്കാം. എല്ലാവരും 1 ആയിട്ട് ഡിവിസിബിൾ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ റിലേഷൻ എന്ത് പറയാം? സോ റിലേഷൻ R ഈസ് ഏതാണ്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് എന്ന് നമുക്കത് പറയാം. റിലേഷൻ R എന്താണ്? ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാം.